അമേരിക്കയുടെ പുതിയ വ്യാപാര നടപടികൾ ഇന്ത്യക്കെതിരെ വലിയ ആഘാതമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി വ്യാപാരത്തിലും സാങ്കേതിക രംഗത്തും പ്രതിരോധ സഹകരണത്തിലും ശക്തമായി വളർന്നിരുന്നുവെങ്കിലും 2025 പ്രഖ്യാപിച്ച 50% വരെ എത്തിയ തീരുവകൾ ഇന്ത്യയെ കയറ്റുമതി മേഖലകളെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ചരിത്രത്തിൽ 25% മാത്രം ചുമത്തിയ പരസ്പര താരിഫ് പിന്നീട് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ 25% അധിക ശിക്ഷാ താരിഫ് കൂടി ചേർത്തതോടെ സ്ഥിതി ഗുരുതരമായിരിക്കുകയാണ്. അമേരിക്ക സാധാരണയായി പ്രധാന വ്യാപാര പങ്കാളികളോട് സ്വീകരിക്കാത്ത രീതിയിലാണ് ഈ കടുത്ത നയം നടപ്പാക്കിയത്. അതിനാൽ തന്നെ അന്താരാഷ്ട്ര വേദികളിലും വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിരിക്കുകയാണ്. ഈ തീരുവ വർധനവ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പല നിലകളിലും ബാധിക്കുന്നുണ്ട്. പ്രധാനമായും തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ പോലെയുള്ള മേഖലകളെയാണ് കൂടുതൽ ആഘാതം അനുഭവിപ്പിക്കുന്നത്. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി ആയതിനാൽ ചെറിയ തോതിലുള്ള വർധനവുകൾ പോലും ആയിരക്കണക്കിന് ചെറുകിട വ്യവസായങ്ങൾക്കും തൊഴിലാളികൾക്കും തിരിച്ചടിയായി മാറുകയാണ്. ചില മേഖലകളിൽ 40% വരെ വരുമാനക്കുറവ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പ്രതിസന്ധിയിലാവുകയും ആഭ്യന്തര വിപണിയിൽ വിലകൾ ഇടിയുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്.